ആൽമരത്തണലിൽ കഥ കേൾക്കാം. ആകാശം തൊടുന്ന മരക്കൊമ്പുകൾ, ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകൾ. ആരോടും പരിഭവമില്ലാതെ ആൽമരം നിന്നു. പതിഞ്ഞ സ്വരത്തിൽ പക്ഷികൾ പായാരം പറയുന്നത് കേൾക്കാതെ മുത്തശ്ശനാൽ ആരെയോ കാത്തുനിന്നു. കാറ്റ് നനുത്ത തണുത്ത സ്പർശമായി ഇലകൾ തലോടിപ്പോയി. അയ്യപ്പേട്ടാ, മോൻ വന്നോ? ഇന്നലെ വന്നു. നല്ല ക്ഷീണുണ്ട്, ഉറങ്ങാം. അയ്യപ്പേട്ടൻ വടി കുത്തിപ്പിടിച്ച് നടന്നു. രാജീവൻ ആൽത്തറയിൽ ആരെയോ കാത്തിരുന്നു. സന്ധ്യയാവാറായി. ഇനിയും ധാരാളം ആളുകൾ ഈ വഴിയെ പോകും. ജോലിക്ക് പോകുന്നവർ, കുട്ടികൾ, അമ്മമാർ, അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അങ്ങനെ അങ്ങനെ. ആൽമരം ഓർത്തു, ഇവരിൽ ചുരുക്കം ചിലരെ തന്നോട് മിണ്ടാറുള്ളൂ. സുഖാണോ ആൽമുത്തശ്ശ? ഞാൻ വന്നൂട്ടോ. മുത്തശ്ശൻ ചില്ലകൾ വിരുത്തി. മുത്തശ്ശനാൽ ചില്ലകൾ വിടർത്തി. ഇലകൾ സന്തോഷം കൊണ്ട് ഇളകിയാടി. രാഹുൽ, നീ വിദേശത്തേക്ക് പോയതിൽ പിന്നെ ആരും നിന്നെപ്പോലെ എന്നോട് വിശേഷം പറയുവാൻ വരാറില്ല. നിന്നെ ഓർക്കാതെ ഒരു ദിവസം പോലുമില്ല. മുത്തശ്ശൻ ആലിൻ്റെ വാക്കുകൾ രാഹുലിന് കേട്ടുവോ? മുത്തശ്ശനാലിൻ്റെ വാക്കുകൾ രാഹുൽ കേട്ടുവോ? ആൽമുത്തശ്ശ, നിങ്ങളെപ്പോലെ നിന്റെ കഥ കേൾക്കാൻ വിദേശത്ത് ആരുമില്ല. എനിക്ക് പിന്നെ കുറച്ച് ഈന്തപ്പനകളുണ്ട്. എന്നാലും നിങ്ങൾ മതി എനിക്ക്. ഇനി ഞാൻ എങ്ങും പോണില്ല, ഇവിടെ ഉണ്ടാവും. 10-20 വർഷം നിങ്ങളെ കാണാണ്ടിരുന്നില്ലേ? ഇതൊക്കെ മതി. രാഹുൽ ഒരു ചിരി ചിരിച്ചു. അങ്ങനെ അവിടെയിരുന്നു. സന്ധ്യ രാത്രിക്ക് വഴിമാറി. ആലിലകൾ 1000 കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ കാലങ്ങൾ, കണ്ട കാഴ്ചകൾ. രാഹുൽ മുത്തശ്ശനാലിൻ്റെ മടിയിൽ കിടന്നു. രാഹുൽ മുത്തശ്ശനാലിൻ്റെ മടിയിൽ കിടന്നു. കഥ തീരുന്നു.